Hi friends, welcome to Garam Masala, the magic spices of cooking. Onion chutney. ഇന്ന് നമുക്ക് ദോശ, ഇഡ്ലി, വെള്ളയപ്പം ഇവയുടെ കൂടെയെല്ലാം നല്ലൊരു കോമ്പിനേഷനായ ഒനിയൻ ചട്നി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ട ചേരുവകൾ: സവാള 3 കപ്പ്, കറിവേപ്പില, വറ്റൽമുളക് 10 മുതൽ 15 എണ്ണം വരെ, കായം 1 പിഞ്ച്, ശർക്കര 1 ടീസ്പൂൺ, നിലക്കടല 1 ടേബിൾ സ്പൂൺ, പുളി 1 ടേബിൾ സ്പൂൺ, വെളിച്ചെണ്ണ 3 ടേബിൾ സ്പൂൺ, ഉപ്പ്. ഇനി നമുക്ക് ഒനിയൻ ചട്നി തയ്യാറാക്കാം. നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് വെളിച്ചെണ്ണ ഒഴിക്കണം. അതിനുശേഷം ഇതിലോട്ട് വറ്റൽമുളക് ചേർത്ത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അടുത്തതായി ഇതിലോട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി സവാള, ആവശ്യത്തിന് ഉപ്പ് ഇവ കൂടെ ചേർത്ത് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നമ്മുടെ സവാള ട്രാൻസ്പാരന്റ് ആയി വരുന്നത് വരെ ഇതിനൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാള ട്രാൻസ്പാരന്റ് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പുളി ചേർത്ത് കൊടുക്കാം. 1 പിഞ്ച് കായം കൂടെ ചേർക്കണം. ഇതിനെ ഒന്നുകൂടെ റോസ്റ്റ് ചെയ്തെടുക്കണം. അടുത്തതായി ഇതിലോട്ട് നിലക്കടല ചേർത്ത് കൊടുക്കണം. നിലക്കടലയ്ക്ക് പകരമായി കാഷ്യൂനട്ടും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ശർക്കര ചേർക്കാം. നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഇതിനെ തണുപ്പിച്ചെടുക്കണം. തണുത്തതിന് ശേഷം നമുക്കിതിനെ അരച്ചെടുക്കാം. ഒരു ബ്ലെൻഡറിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒനിയൻ മിക്സ്ചറിനെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ അടച്ചു വെച്ച് നന്നായി അരച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ ഒനിയൻ ചട്നി നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിനെ സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ഒനിയൻ ചട്നി തയ്യാറായിട്ടുണ്ട്. നമുക്കിത് ദോശ, ഇഡ്ഡലി, വെള്ളയപ്പം ഇവയുടെ കൂടെയെല്ലാം സെർവ് ചെയ്യാം. താങ്ക് യു.